മഹാരാഷ്ട്രയും ഹരിയാനയും ഡൽഹിയും പ്രതീക്ഷകളെ തകർത്തു. ഇനി ആകെയുള്ള പ്രതീക്ഷ ബീഹാറിലാണ്. ഇപ്പോൾ ബി.ജെ.പിയുടെ സഖ്യകക്ഷിയാണെങ്കിലും ഒരു കാലം വരെ ഇന്ത്യ സഖ്യത്തിന്റെ അത്താണികളിൽ ഒരാളായിരുന്ന നിതീഷ് കുമാറിലുള്ള പ്രതീക്ഷ കോൺഗ്രസ് വിട്ടുകളഞ്ഞിട്ടില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും നിതീഷിന്റെ രാഷ്ട്രീയം മാറാമെന്ന് തന്നെ. ഇപ്പോഴിതാ പുനഃസംഘടനയും അഴിച്ചുപണിയും ഉപദേശവും എല്ലാം കഴിഞ്ഞ് ബീഹാറിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അടിത്തറ പാകപ്പെടുത്തുകയാണ് കോൺഗ്രസ്. അതിനായി സീറ്റ് വിഭജനം എന്ന കടമ്പയെ എത്രയും പെട്ടെന്ന് കേടുപാടുകളൊന്നുമില്ലാതെ കടക്കാനാണ് തീരുമാനം. ഡൽഹിയിലും ഹരിയാനയിലും AAPയുമായി പറ്റിയ അബദ്ധം ഒരിക്കലും ബീഹാറിൽ സംഭവിച്ചുകൂടാ. അതിനായി അവിടുത്തെ പ്രധാന പാർട്ടിയായ RJDയുമായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര വീതം, ഞങ്ങൾക്ക് എത്ര വീതം സീറ്റ് എന്നിങ്ങനെ ഇപ്പോൾ തന്നെ ഒരു തീരുമാനമുണ്ടായാൽ തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴും ഉള്ള പിടിവലിക്കും ഭിന്നതകൾക്കുമുള്ള സാധ്യതകൾ കുറയുമെന്ന പഠനമാണ് കോൺഗ്രസിന്റെ ഈ മാറ്റത്തിനുള്ള കാരണം. ബീഹാറിലെ നേതാക്കളുമായി കോൺഗ്രസ് ഉടൻ തന്നെ ഡൽഹിയിൽ ഒരു യോഗം നടത്തും. അതിനുശേഷം അവർ രാഷ്ട്രീയ ജനതാദളുമായി ഔപചാരിക സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കും. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും പാഠം ഉൾക്കൊണ്ട ശേഷം 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDയുമായി സഖ്യത്തിൽ കൂടുതൽ സീറ്റുകൾ നേടുന്നതിന് പകരം സീറ്റുകൾ നേടുന്നതിലാണ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ബീഹാറിലെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ സമയം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. RJDയിൽ നിന്നും കോൺഗ്രസ് ഏത് സീറ്റ് എടുക്കണമെന്നതിനെ കുറിച്ച് സംസ്ഥാനത്തെ എല്ലാ നേതാക്കളിൽ നിന്നും കോൺഗ്രസ് അഭിപ്രായങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. എന്നിരുന്നാലും സീറ്റ് വിഭജനം സംബന്ധിച്ച RJDയും കോൺഗ്രസും തമ്മിൽ ഇതുവരെ ഔദ്യോഗിക ചർച്ചകളൊന്നും തുടങ്ങിയിട്ടുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 70 സീറ്റുകളിൽ മത്സരിച്ചു. അതിൽ 17 സീറ്റുകൾ നേടി. RJD 144 സീറ്റുകളിൽ 72 നേടി എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ തവണ RJD നഷ്ടപ്പെട്ട സീറ്റുകളിൽ ഭൂരിഭാഗവും കോൺഗ്രസിന് നൽകിയെന്നും അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് മോശമായതെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നു. അതിനാൽ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ തെറ്റ് ആവർത്തിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. നളന്ദ, പട്ന, ഖഗാരിയ, വെസ്റ്റ് ചമ്പാരൽ, ഗോപാൽഗഞ്ച്, ഗയ ജില്ലയിലെ പല സീറ്റുകളിലും കോൺഗ്രസ് നൽകി. അവിടെ ജാതി സമവാക്യം RJDക്ക് അനുകൂലമായിരുന്നില്ല. എന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 9 സീറ്റുകളിൽ 3 നളന്ദ പോലെയുള്ള സീറ്റുകളും നേടി. ഗോപാൽഗഞ്ച് നിയമസഭയിൽ RJDയുടെ അക്കൗണ്ടിലേക്ക് പോയി. മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല ബീഹാർ. നിലച്ചിരിക്കാതെ നേരത്തെ അടിക്കുന്ന ലോട്ടറി പോലെയാണ്. കാരണം ആ ഭാഗ്യ നമ്പറിന്റെ പിന്നണിയിൽ നിതീഷ് കുമാർ ഉണ്ടാകും. ഒരു 5 സീറ്റ് കിട്ടിയാൽ പോലും അയാൾ അത് വെച്ച് ഭരണകക്ഷിയുടെ ഒപ്പം പോകാൻ നോക്കും. ദേശീയ തലത്തിലും വലിയ മാറ്റങ്ങൾ വരാൻ കഴിവുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. കാരണം നിതീഷ് കുമാർ ചാടിയാൽ വീഴുന്നത് മോദി സർക്കാർ കൂടിയാണ്. മാത്രവുമല്ല, തന്റെ രാഷ്ട്രീയത്തിന് വാർദ്ധക്യം ബാധിച്ചു എന്ന് മനസ്സിലാക്കിയ നിതീഷ് അടുത്ത സർക്കാർ RJDയുടെ തേജസ്വി യാദവ് നയിക്കുമെന്ന് 2020 NDAയിലേക്ക് ചേരും മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ 2024 അദ്ദേഹം അതേ കാര്യം തന്നെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ BJP ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. താഴെത്തട്ടിലിറങ്ങി ജാതി സമവാക്യങ്ങളെ ഒന്നിച്ചു നിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് ഈസിയായിട്ട് സാധിക്കും.